കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട് എന്നത്. വളരെ ഭയാനകരമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. മോഷണത്തിനു വേണ്ടി ആളുകളെ കൊല്ലാൻ പോലും മടിക്കാത്തവരാണ് ഈ കൂട്ടർ. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ഭാഗങ്ങളിലും ആലപ്പുഴ ഭാഗങ്ങളിലുമൊക്കെ ഈ കുറുവാ സംഘം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും കുറുവാ സംഘത്തിലെ നിരവധി ആളുകൾ മോഷണ ശ്രമവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കുറുവാ സംഘം? നമുക്കതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കാം. ആരാണിവർ? എത്രത്തോളം അക്രമകാരികളാണ്? എന്താണ് ഇവരുടെ മോഷണ രീതികൾ? ഇവയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കൂട്ടർ സാധാരണ മോഷണക്കാരല്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കൂട്ടർ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ്. ഒരുപക്ഷെ ഇവരുടെ മോഷണ ശ്രമത്തെ എതിർക്കുന്നവരെ കൊല്ലാൻ പോലും മടിക്കാത്തവരെ. അത്രയും ക്രൂരമായ ഒരു സംഘമാണ് കുറുവാ സംഘം. തമിഴ്നാട്ടിലെ തിരട്ട് ഗ്രാമങ്ങളിൽ നിന്നാണ് കുറുവാ സംഘം മുൻകാലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആയുധധാരികളായ സംഘം എന്നാണ് കുറുവാ സംഘത്തിന് വിളിക്കപ്പെടുന്നത്. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകൾ ഒരു ഗ്രാമത്തിൽ നിന്നും മാത്രമല്ല, മറ്റുള്ള പല ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ആളുകൾ കൂടി ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കൂട്ടരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പാണ് ഇവർ. അതിനകത്ത് കുറച്ച് ആളുകൾ ചേർന്നാണ് മോഷണ ശ്രമത്തിനൊക്കെ പോകുന്നത്. പ്രത്യേകിച്ചും മിനിമം 3 ആളുകൾ ഉൾപ്പെടെയാണ് ഒരു മോഷണ ശ്രമത്തിലേക്ക് തന്നെ പോകുന്നത്. പകൽ സമയത്ത് അവർക്ക് മോഷ്ടിക്കാൻ പാകത്തിനുള്ള ഒരു വീടോ ആരാധനാലയമോ മറ്റോ ഇവർ കണ്ടുവയ്ക്കും. എന്നിട്ടത് ചുണ്ണാമ്പ് കൊണ്ട് മാർക്ക് ചെയ്യും. ചില ആളുകൾ കത്തിരാകുന്ന ആളുകൾ ആണ് എന്ന രീതിയിൽ വീടുകളിലെത്തും. മറ്റ് ചില ആളുകൾ പാഴ്വസ്തുക്കൾ പറക്കുന്ന ആളുകൾ എന്ന രീതിയിലും വീടുകളിലെത്തും. ഇങ്ങനെ ആളുകൾക്ക് ഒരു സംശയവും വരാത്ത രീതിയിലാണ് ഇവർ വീടുകൾ സന്ദർശിക്കുക. എന്നിട്ട് അവർക്ക് മോഷ്ടിക്കാൻ തക്കത്തിന് പറ്റുന്ന വീടുകളൊക്കെ ഇവർ ചുണ്ണാമ്പ് കൊണ്ട് ഒരു അടയാളം സൃഷ്ടിച്ചു വയ്ക്കും. രാത്രിയിൽ ഈ ഒരു വീട് കണ്ടുപിടിക്കാനും എളുപ്പം മോഷണം നടത്താനുമൊക്കെയാണ് ഈ ഒരു ചുണ്ണാമ്പ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയിലാണ് മോഷണ ശ്രമങ്ങളെല്ലാം തന്നെ അവർ നടത്തുന്നത്. സാധാരണ രീതിയിൽ ഈ കൂട്ടർ ചെയ്യുന്നത് രാത്രി വെളിയിൽ നിന്നുകൊണ്ട് വലിയ ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കുക, പ്രത്യേക തരത്തിലുള്ള പാട്ട കൊണ്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഒരു ശബ്ദമുണ്ടാക്കി ആളുകളെ വെളിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം. ചിലപ്പോൾ കൊച്ചുകുട്ടികൾ കരയുന്ന ശബ്ദമുണ്ടാക്കുക. ഇങ്ങനെ പല മാർഗത്തിലൂടെയും ആളുകളെ വെളിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ കൂട്ടർ ശ്രമിക്കും. അങ്ങനെ വീട്ടുകാർ വെളിയിലേക്ക് വരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വീടിനെ അതിക്രമിച്ച് അകത്തേക്ക് തള്ളിക്കയറും. അഥവാ അവരെ എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വലിയ ഇരുമ്പ് വടി കയ്യിലുണ്ടാവും. ഈ ഇരുമ്പ് വടി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ എതിർക്കാൻ നിൽക്കുന്നവരെ ആ കൂട്ടത്തിൽ കൈകാര്യം ചെയ്യാനും അവർ മടിക്കില്ല. മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് വെളിയിലുള്ള വെള്ളത്തിൻ്റെ ടാപ്പോ മറ്റോ തുറന്നു വിടുക. അപ്പോൾ വലിയ തോതിലുള്ള സൗണ്ട് കേൾക്കുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കും ടാപ്പടയ്ക്കാൻ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആളുകൾ വെളിയിലിറങ്ങി ടാപ്പ് ക്ലോസ് ചെയ്യുവാനായിട്ട് വരുമ്പോൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അങ്ങനെ ഒരു രീതിയാണ്. അതിനുശേഷം മോഷണം നടത്തുക, അതൊക്കെ അവരുടെ പതിവായിട്ടുള്ള ഒരു രീതിയാണ്. പലപ്പോഴും ഒരു ടാർഗറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു മോഷണ ശ്രമവുമായി കേരളത്തിലേക്ക് തന്നെ എത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത്ര ലക്ഷം രൂപയുടെ പണം അല്ലെങ്കിൽ ആഭരണങ്ങളിലൊക്കെ കൈക്കലാക്കുക എന്നൊരു ലക്ഷ്യം അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കും ഈ ഒരു കേരളത്തിലേക്ക് ഈ ഒരു മോഷണ ശ്രമമായിട്ട് വരുന്നതിന് മുൻപേ തന്നെ. അങ്ങനെ ഒരു ലക്ഷ്യമായിട്ട് വരികയാണെങ്കിൽ തന്നെ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവർ മടങ്ങാറുള്ളൂ. മോഷണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു തൊഴിലായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഷണം നടത്തുന്നതൊന്നും ഒരു കുറ്റമല്ല, അങ്ങനെ ഒരു കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. സാധാരണ കള്ളന്മാരൊക്കെ കുറച്ച് മനുഷ്യത്വം കാണിക്കും, ആളുകളെ കൊല്ലാറില്ല. എന്നാൽ ഈ കൂട്ടർ അങ്ങനെയല്ല, ആളുകളെ കൊല്ലാനും ആക്രമിക്കാനൊന്നും മടിക്കില്ലാത്തവരാണ്. പാരമ്പര്യമായി ഇവർക്ക് മോഷണത്തിൽ തന്നെ ഒരു പരിജ്ഞാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ മോഷണങ്ങളൊക്കെ നടത്തി പ്രാവീണ്യം ലഭിച്ചവരായിരിക്കും അവരുടെ മുൻ തലമുറക്കാരൊക്കെ. അവരിൽ നിന്നുമൊക്കെ മോഷണ തന്ത്രങ്ങളൊക്കെ അടിത്തറയൊക്കെ പഠിച്ചിട്ടാണ് അവർ മോഷണത്തിന് ഇറങ്ങുന്നത് തന്നെ. മാത്രമല്ല, ഒരാൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ 1 or 2 പേര് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ നേരിടണമെന്ന് വളരെ പരിശീലനം ലഭിച്ചവരായിരിക്കും ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ചെറുത്ത് നിൽക്കുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കുംഫു, കരാട്ടെ പോലുള്ള അഭ്യാസ മുറകളൊക്കെ നന്നായി അറിയാവുന്നവരാണ് ഈ കൂട്ടർ. മോഷണം നടത്തുന്ന സമയത്ത് ഇവർ ശരീരമാസകലം എണ്ണ പുരട്ടിയിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. കാരണം അബദ്ധവശാൽ ആരെങ്കിലും പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുതറി മാറുവാൻ വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കുറുവാ സംഘത്തിൽപ്പെട്ട ഒരു മോഷ്ടാവ് മോഷ്ടിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം എണ്ണ പുരട്ടിയത് മൂലം
പിടിക്കാൻ കഴിഞ്ഞില്ല. ഇവർക്ക് പ്രത്യേകിച്ച് മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കയ്യിൽ കിട്ടുന്ന എന്താണെങ്കിലും അത് ഉപയോഗിച്ച് ആളുകളെ നേരിടുന്ന ഒരു ശീലവും ഇവർക്കുണ്ട്. ഇവർ സദാസമയവും ഒരു വലിയ ഇരുമ്പ് വടി കൊണ്ടു നടക്കുന്ന ഒരു ശീലം ഉള്ളവർ തന്നെയാണ്. ഇത് എതിരാളികളെ ആക്രമിക്കാനും വീടിൻ്റെ കുറ്റി തകർക്കാനുമൊക്കെയായിട്ടാണ് ഈ ഒരു ഇരുമ്പ് വടി എപ്പോഴും കൊണ്ടു നടക്കുന്നത്. സുരക്ഷ കുറഞ്ഞ വാതിലുകളൊക്കെ വളരെ അനായാസം കുറ്റി തകർത്ത് അകത്ത് കിടക്കാനുള്ള പ്രാവീണ്യം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പണ്ടും ഇതുപോലുള്ള ഒരുപാട് മോഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ കുറുവ സംഘം നടത്തിയതാണോ എന്ന് തന്നെ പോലീസ് സംശയിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാകുലരായിരിക്കണം. പ്രത്യേകിച്ചും പകൽ സമയങ്ങളിലൊക്കെ അപരിചിതരായ ആളുകളെ നമ്മൾ വീടിൻ്റെ പരിസരത്തോ മറ്റോ കാണുകയാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ കുറുവ സംഘം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത പ്രചരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും വരുന്നവർ സ്ത്രീകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തയ്യാറാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നു. സ്ത്രീകളെ മനഃപൂർവ്വമാണ് ഈ കൂട്ടർ പറഞ്ഞയക്കുന്നത്. കാരണം സ്ത്രീകളായതുകൊണ്ട് തന്നെ അധികം ആരും സംശയിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ ആ ഒരു നാട്ടിൽ ആ ഒരു ഗ്രാമത്തിൽ ആരോരും അറിയാതെ കുറേ കാലം അങ്ങനെ താമസിക്കും. പ്രത്യേകിച്ച് വെളിയിലൊന്നും പോകാതെ തന്നെ വീട്ടിനകത്ത് തന്നെ കഴിച്ചു കൂട്ടാനായിട്ട് ഈ കൂട്ടർ ശ്രമിക്കും. അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക്